ഇന്ദ്രന്റെ സുഹൃത്തായി രേവന്തൻ എന്നൊരു ഗന്ധർവനുണ്ടായിരുന്നു. അതിസുന്ദരനായിരുന്ന രേവന്തന്റെ കാമിനീപദം അപ്സരസുകൾ കൂടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ഇന്ദ്രന്റെ കുതിരയായ ഉച്ചൈസ്രവസിനുമേൽ കയറി രേവന്തൻ വൈകുണ്ഠത്തിൽ വന്നു. രേവന്തന്റെ മനോഹര രൂപത്തിൽ ലക്ഷ്മി ദേവി ആകൃഷ്ടയായി. ദേവി ആ പുരുഷശ്രേഷ്ഠനെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടുപോയി. സമീപസ്ഥായി തന്റെ പതി മഹാവിഷ്ണു ഇരിക്കുന്ന കാര്യം തന്നെ ദേവി വിസ്മരിച്ചു. ഈ സമയം മഹാവിഷ്ണു ലക്ഷ്മിയോട് ചോദിച്ചു, ദേവി, ആരാണിങ്ങോട്ട് എഴുന്നള്ളുന്നത്? ദേവി അദ്ദേഹത്തിൽ ഭ്രമിച്ചുവെന്ന് തോന്നുന്നുവല്ലോ. പക്ഷേ ലക്ഷ്മി ദേവി ഇതൊന്നും കേട്ടതേയില്ല. അവൾ ആ പുരുഷരത്നത്തെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. മഹാലക്ഷ്മിയുടെ ഭാവമാറ്റം മഹാവിഷ്ണുവിനെ കുപിതനാക്കി. ഹേ സ്ത്രീയെ, ദേവീപദത്തിൽ വസിക്കുമ്പോഴും നീ നീചമാർഗത്തിൽ സഞ്ചരിക്കുന്നു. കുടിലകൾക്ക് വിധിച്ചിട്ടുള്ള ചാബല്യങ്ങൾ നിന്നെയും ബാധിച്ചിരിക്കുന്നു. ഭർത്താവിനെ മറന്ന് മറ്റൊരുവനിൽ ഭ്രമിച്ചുപോയി നീ ഭൂമിയിൽ പെൺ അശ്വമായി പറക്കുവാൻ ഇടവരട്ടെ എന്നിങ്ങനെ വിഷ്ണു മഹാലക്ഷ്മിയെ ശപിച്ചു. അപ്പോൾ മാത്രമാണ് തന്റെ പ്രവൃത്തിയുടെ ഗൗരവം ലക്ഷ്മി ദേവിക്ക് ബോധ്യമായത്. സർവ്വദേവകളും വന്നിക്കുന്ന താനിതാ വെറുമൊരു അശ്വം മാത്രമായി ഭൂമിയിൽ വസിക്കുവാൻ ഇടയാകുന്നു. മഹാലക്ഷ്മി വിലപിച്ചുകൊണ്ട് ദേവനോട് ശാപമോക്ഷമിറന്നു. ദേവി, എന്റെ വാക്കുകൾ പിൻവലിക്കുവാനാവില്ല. നിനക്ക് ശാപമോക്ഷം നൽകുക മാത്രമേ പോംവഴിയുള്ളൂ. ദേവി, എനിക്ക് തുല്യം ബാഹുബലവും ശക്തിയും മഹത്വവുമുള്ള ഒരു പുത്രൻ ജനിക്കുന്ന പക്ഷം നിനക്ക് വൈകുണ്ഠ പ്രവേശനം മേലിലും സാധ്യമാകും. മഹാവിഷ്ണു ശാപമോക്ഷം നൽകി. അനന്തരം ദേവി ഒരു പെണ്ണശ്വമായി ഭൂമിയിലെത്തി. ഒരു വനപ്രദേശത്ത് ദേവി ശിവതപസിൽ മുഴുകി. 1000 ദിവ്യവർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒടുവിൽ ശിവഭഗവാൻ മഹാലക്ഷ്മിക്ക് പ്രത്യക്ഷനായി. ദേവ, മഹാവിഷ്ണു എന്നെ ശപിച്ച ഒരു പെൺകുതിരയാക്കി മാറ്റി. അദ്ദേഹത്തിന് തുല്യനായൊരു പുത്രൻ പറക്കുമ്പോൾ മാത്രമേ എനിക്കിനി വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുവാനാവുകയുള്ളൂ. മഹാനുഭാവ, വിഷ്ണുദേവന് തുല്യനായ ഒരു പുത്രനെ ഞാൻ ആരിൽ നിന്നുമാണ് സ്വീകരിക്കുക? അത്തരമൊരു പുത്രൻ ജനിക്കാത്ത പക്ഷം എനിക്ക് വൈകുണ്ഠലോക പ്രവേശനം സാധ്യമാകുന്നതല്ല. ഭഗവാനെ, എന്നെ രക്ഷിച്ചാലും, ലക്ഷ്മി ദേവി അപേക്ഷിച്ചു. ലക്ഷ്മി ദേവി, അവിടുന്ന് ദുഃഖിക്കേണ്ടതില്ല. അവിടുത്തെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നത് തന്നെ ചെയ്യുക. ഇങ്ങനെ ആശ്വസിപ്പിച്ച ശേഷം ശങ്കരൻ അപ്രത്യക്ഷനായി. അതിനുശേഷം ശിവശങ്കരൻ വൈകുണ്ഠത്തിൽ ചെന്നു. ലക്ഷ്മി ദേവിയുടെ അസാന്നിധ്യത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ട വൈകുണ്ഠം പരമേശ്വരനിൽ പോലും നിരാശയുളവാക്കി. അദ്ദേഹം മഹാവിഷ്ണുവിനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു. മഹാവിഷ്ണു, ചാബല്യങ്ങളിൽ ജന്തു സഹജമാണ്. ഞാനും താങ്കളും ബ്രഹ്മദേവനും ഇതിൽ നിന്നും വിക്തരല്ല. അപ്പോൾ സ്വതേ ദുർബലരായ സ്ത്രീകളുടെ കാര്യം പറയേണ്ടതുണ്ടോ? രേവന്തനിൽ നിന്നൊരു മാത്ര ദേവി ആകൃഷ്ടിയായിപ്പോയി. അക്ഷന്തവ്യമായ തെറ്റിയ ഭഗവാൻ അതിനെ കണക്കാക്കാതെ ഇരുന്നാലും സൗന്ദര്യമുള്ള വസ്തുക്കളെ കാണുമ്പോൾ നാമും സ്വയം നഷ്ടപ്പെടുന്ന കഥ അവിടുന്ന് അറിയാവുന്നതല്ലേ? മോഹിനി കഥ ഒരു മാത്രം നേരം പരമേശ്വരന്റെയും മഹാവിഷ്ണുവിന്റെയും മനസ്സിലൂടെ കടന്നുപോയി. ശിവശങ്കരൻ തുടർന്നു. ലക്ഷ്മി ദേവി ഒഴിഞ്ഞ വൈകുണ്ഠം മരുഭൂമി പോലെ നിർജ്ജീവമാണ്. ദേവിയുടെ അഭാവം വൈകുണ്ഠത്തെ എത്രത്തോളം തളർത്തുന്നുവോ അത്രത്തോളം ഭൂമിയിൽ ഐശ്വര്യം വിതറുന്നതും അവിടുന്ന് കണ്ടാലും. ഏതു രൂപത്തിലായാലും ദേവി വാഴുന്നിടം ഐശ്വര്യത്തിൽ തുളുമ്പുന്നതായിരിക്കും. മഹാവിഷ്ണു, ദേവി പരിശുദ്ധിയും സുചരിതയും ആണെന്ന വസ്തുത താങ്കൾ തന്നെ ബോധ്യമല്ലേ? പിന്നെ എന്തിനാണ് ഈ അഭിനയം? ദേവ, വാസ്തവത്തിൽ ലക്ഷ്മി ദേവിയുടെ ദുരവസ്ഥയിൽ നിന്ന് ദേവിയേക്കാൾ അധികം ഭവാൻ ദുഃഖിക്കുന്നില്ലേ? പരമേശ്വരന്റെ വാക്കുകൾ മഹാവിഷ്ണുവിന്റെ മനസാക്ഷി തൊട്ടുണർത്തി. പശ്ചാത്താപത്താൽ വിവശമായ ഹൃദയത്തോടെ അദ്ദേഹം ചോദിച്ചു, പ്രഭു, അവിടുന്ന് പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നാൽ എനിക്ക് തുല്യനായൊരു പുത്രൻ ജനിക്കുമ്പോൾ മാത്രമേ ദേവിക്കിനി ഇവിടെ വന്നെത്തുവാൻ കഴിയുകയുള്ളൂ. എന്താണ് അതിനൊരു മാർഗം? കൈലാസനാഥൻ പുഞ്ചിരി തൂങ്ങി. അനന്തരം ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉപദേശിച്ചു. വൈകുണ്ഠനാഥ, പരിഹരിക്കുവാൻ വൈവിഷ്യമേറിയ ഇക്കാര്യത്തിൽ ഉചിത നടപടി എടുക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ. ദേവ, എന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന പക്ഷം താങ്കളുടെ വിരഹാവസ്ഥയ്ക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അതെന്തെന്നാൽ താങ്കൾ ഉടൻ തന്നെ അശ്വരൂപിയായി ദേവീ സൗധത്തിൽ അണയുക. ഭഗവാൻ വാക്കുകൾ കേട്ട മഹാവിഷ്ണു ആനന്ദത്താൽ മതിമറന്നു. അദ്ദേഹം തന്റെ ആഹ്ലാദം മറച്ചുവെച്ചില്ല. ദേവ, അവിടുത്തെ ഉപദേശം എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും അവസാനം കുറിച്ചിരിക്കുന്നു. ഞാനിതാ യാത്രയാകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അശ്വരൂപം ധരിച്ച് ഭൂമിയിലേക്ക് യാത്രയായി. അവിടെ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന ദേവിയും മഹാവിഷ്ണു വിവിധ കേളുകൾ അഴിനടന്നു. അജിരേണ ലക്ഷ്മി ദേവി ഗർഭിണിയായി തീരുകയും മഹാവിഷ്ണുവിന് തുല്യനായ ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. ആ സമയം അവിടെ പ്രത്യക്ഷനായ ഉമാപതിയുടെ നിർദ്ദേശാനുസരണം ലക്ഷ്മി വിഷ്ണുദേവന്മാർ ശിശുവിനെ ഭൂമിയിൽ ഉപേക്ഷിച്ച ശേഷം സ്വന്തം രൂപത്തിൽ വൈകുണ്ഠത്തിലേക്ക് യാത്ര തിരിച്ചു. ലക്ഷ്മി ദേവിക്ക് മഹാവിഷ്ണുവിൽ പിറന്ന അതുല്യ പ്രഭാവനായ ശിശുവിന് പരമേശ്വരൻ ഏകവീരൻ എന്ന നാമകരണം ചെയ്തു. അടുത്തത് പരമേശ്വര അനുഗ്രഹത്താൽ ഐരാവതത്തിന് കൊമ്പുകൾ തിരിച്ചു കിട്ടിയ കഥയാണ്. തുടരും.